ഹായ് യൂട്യൂബ്. അങ്ങനെ 2024 അപ്പാച്ചി RR310 ലോഞ്ച് ആയിട്ടുണ്ട്. 2 കളറിൽ വണ്ടി ഇപ്പം ലോഞ്ച് ആയതായിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ ഈ BTOയുടെ റേസ് കിറ്റും ഡൈനാമിക് കിറ്റും ഉള്ള വണ്ടിയിൽ നിന്നും പുതിയതായിട്ട് ഇറങ്ങിയ RR310 എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ്, ഈ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ കൂടെ ഇവിടെ ക്രൂയിസ് കൺട്രോൾ വന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ RTDSC എന്ന് പറഞ്ഞ പുതിയൊരു ടെക്നോളജി വന്നിട്ടുണ്ട്. റേസ് ട്യൂൺഡ് ഡൈനാമിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ആണ്. അതായത് കോർണറിങ്ങിൻ്റെ ടൈമിൽ കൂടുതൽ സ്റ്റെബിലിറ്റി വണ്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പുതിയ ടെക്നോളജിയാണ്. പിന്നെ ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ BS6 RTR310 വന്നതുപോലെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റമാണ്. അത് വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റത്തുള്ളൂ. വണ്ടിക്ക് നമ്മുടെ ഈ മീറ്റർ കൺസോളിനകത്ത് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഈ വണ്ടിയിലില്ല, പക്ഷേ RTR310 ഉണ്ടായിരുന്നു. പിന്നെ 3 കിലോഗ്രാം ഡൗൺ ഫോഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന റേസ് വിംഗ്ലെറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ക്ലച്ച് കവറിൻ്റെ സൈഡിൽ നമ്മുടെ ഡ്യൂക്കാറ്റിക്കൊക്കെ വരുന്നത് പോലെയുള്ള ട്രാൻസ്പെറൻറ്റ് ക്ലച്ച് കവറാണ് കൊടുത്തേക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. പുറത്ത് നോക്കി കഴിഞ്ഞാൽ അകത്ത് കിടന്നത് കറങ്ങുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ഈ സാധനം ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് പുതിയ BS6 RR310 2024 മോഡലിൽ കൊടുത്തേക്കുന്നത്. പിന്നെ വണ്ടി 38 PS പവറാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് നമുക്ക് വണ്ടി കിട്ടിയിട്ട് ഓടിച്ച് നോക്കി അത് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള റിവ്യൂ ഞാൻ ചെയ്യാം. തൽക്കാലം ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളാണ് പുതിയ 2024 RR310 വന്നേക്കുന്ന മാറ്റങ്ങൾ. അപ്പം കൂടുതൽ വിവരങ്ങൾക്കായി സ്റ്റേ ട്യൂൺഡ്. വണ്ടി കിട്ടിക്കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം.